മെഡിക്കൽ ഇൻഷുറൻസ് ഇനി മുതൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ താഴെ തന്നെ അവർക്കെന്ന് പറയുന്നത് അങ്ങനെ കമ്പനിയിലൊന്നും വർക്ക് ചെയ്യുന്നതല്ല. അവര് ഈ സ്വന്തമായിട്ട് തന്നെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ്. അവർ എന്റെ അടുത്ത് ചോദിച്ചു, അയ്യോ അപ്പൊ എങ്ങനെയാണ് ഇനി ഞാനെന്താ നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്കൊന്നും ഇൻഷുറൻസ് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഇൻഷുറൻസ് മാൻഡറ്ററി ആണ്, എന്തൊക്കെ പറഞ്ഞാലും അത് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത് ഒരുപാട് പേർക്ക് ക്ലാരിറ്റി ഇല്ല. ഫസ്ലോ, നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത് പൊതുവെ 90% ആളുകൾക്കും നമ്മുടെ സ്പോൺസർ തന്നെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവാം. കമ്പനി ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ആണെങ്കിൽ അവർ HR തന്നെ ഇതങ്ങ് എടുക്കുന്നുണ്ടാവാം. പക്ഷേ അതില് ചില കമ്പനികൾ, ഇപ്പം നല്ല കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും സ്പൌസിനും അതുപോലെ ചിൽഡ്രനും ഫാമിലി മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്നതുണ്ടാവാം. അങ്ങനത്തെ കേസിൽ അവർക്കെല്ലാം ഓക്കെ. അതല്ലാത്ത കേസിൽ ഇപ്പൊ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഡൊമസ്റ്റിക് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇതുപോലെ ബന്ധപ്പെട്ട മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചിരുന്നത് ജൂലൈ മാസത്തിലായിരുന്നു. ആ ജൂലൈ മാസത്തിലും പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്ത സമയത്ത് ഡിസംബർ 31 വരെ ഗ്രേസ് പീരീഡ് അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജനുവരി 1 മുതൽ ഇനി നമ്മൾ വിസ റിന്യൂവലിന് വേണ്ടിയിട്ടോ വിസ ക്യാൻസലേഷന് വേണ്ടിയിട്ടോ എമിഗ്രേഷനിലോ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു മാസത്തിന് 500 ദിർഹം വീതം ഫൈൻ നൽകേണ്ടി വരും. അപ്പം എപ്പം തൊട്ട് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടി വരും. ജൂലൈ തൊട്ടിട്ട് ഇപ്പൊ ജനുവരി 1 വരുന്നതെങ്കിൽ 5-6 മാസത്തേക്കുള്ള ഫൈൻ ഓരോ മാസത്തിനും 500 ദിർഹം പെർ മെമ്പർ ഫൈൻ നൽകേണ്ടി വരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇല്ല, ഡിസംബർ 31 വരെ ഗ്രേസ് പീരീഡ് മാത്രമാണ്. ഡെഡ് ലൈൻ നേരത്തെ കഴിഞ്ഞു, ജൂലൈയിൽ കഴിഞ്ഞു. അപ്പം ഈ ഡിസംബർ 31 മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ഒന്നും നൽകേണ്ടി വരില്ല. ജനുവരിയിലാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തല്ല നൽകേണ്ടി വരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം സംശയങ്ങൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്കും കുറേയധികം സംശയങ്ങൾ ഉണ്ടായിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സിൽവർ ഗ്ലോബിന്റെ ജനറൽ മാനേജറാണ് ജലീൽ. അപ്പം ഇദ്ദേഹമായിട്ട് സംസാരിക്കാനിടയായിട്ടുള്ള കാരണം, ഇപ്പൊ ദുബൈ KMCCയിൽ ഇങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും സർവീസ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഇതുപോലുള്ള അവിടെ എത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ സിൽവർ ഗ്ലോബ് എന്നുള്ള കമ്പനിയാണ്. ജലീലിനോട് ഞാൻ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപക്ഷെ ജനുവരിയിലോ ഫെബ്രുവരിയിൽ നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി, അവര് ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണോ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സെനാരിയിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക, അവരെത്രയാണ് ഫൈൻ അടക്കേണ്ടി വരികയാണെങ്കിൽ എത്രയാണ് വേണ്ടി വരിക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കേൾക്കാൻ സാധിക്കും. കുടുംബം ജനുവരി 1 കൂടി ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ 2016 ജൂലൈ മുതലുള്ള ഫൈൻ അവരടക്കണം. അതായത് ഓരോ മാസം 500 ദിർഹംസ് ആണ് ഫൈൻ വരുന്നത്. അപ്പൊ 3000 ദിർഹംസ് ജനുവരി 1 വീക്ക് ആവുമ്പോൾ അവരെ സ്പോൺസർ, അതായത് ഭർത്താവ് അടക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇവര് ഫെബ്രുവരി മാസം വിസ ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോൾ വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഫൈൻ അടക്കണം, വിസ റിന്യൂ ചെയ്യണമെങ്കിലും ഈ ഫൈൻ അടക്കണം എന്നുള്ള നിർബന്ധം. പലർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്, വിസ റിന്യൂവലിനാണ് ഇൻഷുറൻസ് വേണ്ടത് എന്ന്. അത് ശരിയല്ല. അപ്പൊ അതായത് വിസ റിന്യൂവൽ സമയത്ത് ഫൈൻ പിടിക്കാനുള്ള ഒരവസരം മാത്രമാണ്. ഇപ്പൊ നമ്മൾ വണ്ടിക്കൊക്കെ ഫൈൻ വന്നാൽ പാസിംഗിലാണല്ലോ നമ്മൾ അടക്കുന്നത്. ആ രൂപത്തിൽ ഒരു മാസം 500 ദിർഹംസ് ആണ് ഫൈൻ. അത് 2016 ജൂലൈ മുതലുള്ള ഫൈനാണ് DHA ആഡ് ചെയ്യുന്നത്. ഇപ്പം ഡിപ്പെൻഡൻസ് പ്ലാൻ ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് 650 ദിർഹംസ്, അതുപോലെ തന്നെ ഹൗസ് വൈഫിന് 45 വയസ്സിന് താഴെ ഉള്ളത് 1750 മെറ്റേണിറ്റി കൺസേൺ ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ 3 ആൾക്ക്, ഇപ്പൊ ഈ പറഞ്ഞ 2 കുട്ടികളും ഒരു വൈഫും 3 ആൾക്ക് ഏകദേശം ഒരു 2000-3000 ചോടെ പ്രീമിയം വരുള്ളൂ. പക്ഷെ ഈ 3 ആൾക്ക് ഫൈൻ വരുന്നത് ജനുവരി മാസം 9000 ദിർഹംസാ, അതായത് ഒരാൾക്ക് 3000. ഇപ്പൊ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഇൻഡിവിജ്വൽ പ്ലാന്, എമിറേറ്റ്സ് ID കോപ്പി, പാസ്പോർട്ട് കോപ്പി വിത്ത് വിസ പേജ്, ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാണോ സ്പോൺസർ, ആ സ്പോൺസറിന്റെ എമിറേറ്റ്സ് ID കോപ്പി, പാസ്പോർട്ട് കോപ്പി വിത്ത് വിസ പേജ്, ഈ റിക്വയർമെന്റുമായിട്ട് ഇൻഷുറൻസ് കമ്പനി ചെന്നാൽ മതി, അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൽ ചെന്നാൽ മതി. ഓൺലൈനായിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ചെയ്തു കൊടുക്കാൻ പറ്റും ഈ ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പൊ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് അവർക്ക് 650 ആണ് പ്രീമിയം വരുന്നത്. ഹൗസ് ഡ്രൈവർ, ഹൗസ് കുക്ക്, ഹൗസ് അഗ്രികൾച്ചർ, പിന്നെ ബിൽഡിംഗ് നാത്തൂർ പോലുള്ളവർക്കൊക്കെ. ഈ ഫൈൻ വരുന്നത് എംപ്ലോയീസിന് ഫൈൻ എംപ്ലോയർ ആണ് അടക്കേണ്ടത്, തൊഴിലുടമ. ഹൗസ് വൈഫും കുട്ടികളും ആണെങ്കിൽ സ്പോൺസർ, അതായത് ഹസ്ബൻഡ് ആയിരിക്കും ഉത്തരവാദി. ഹൗസ് മെയ്ഡിനും എടുത്തിട്ടില്ലെങ്കിൽ ആരാണോ സ്പോൺസർ അവരാണ് ഫൈൻ അടക്കേണ്ടത്. ഇപ്പൊ ഒരു വിസയ്ക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നല്ല, ഇത് വളരെ നല്ല ഉപകാരമുള്ളതും. ഈ 600-നും 650-നും ഒക്കെ വളരെ നല്ല ചികിത്സകൾ ഇതിൽ കിട്ടുന്നുണ്ട്. 1.5 ലക്ഷത്തോളം ആനുവൽ ലിമിറ്റ് കിട്ടുന്നുണ്ട്. അത് തന്നെ എമർജൻസിയിലൊക്കെ 100% ഫ്രീ ആണ്. ബാക്കിയുള്ളത് OPക്കും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്കിനും ചെറിയൊരു സംഖ്യ മാത്രം കസ്റ്റമർ കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആണ്.
അപ്പൊ ഒരു വർഷത്തെ ഫുൾ ട്രീറ്റ്മെന്റ് ആണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് കാർഡ് ആളുകൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ആണ് ഇത് എല്ലാവരും എല്ലാവരും വളരെ പെട്ടെന്ന് എടുക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്റെ വീടിന്റെ താഴെ തന്നെ ഒരാള് ചോദിച്ചത്, ഇപ്പൊ അവര് മാഡം ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും ജനറിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഈ ഒരു പോളിസിയുടെ കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം പോളിസീസ് ഉണ്ട്. അപ്പം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ വിസ റിന്യൂവൽ ചെല്ലുമ്പോൾ. ഇപ്പൊ സാധാരണ ഇതിൽ ജലീൽ എന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ കാറിന്റെ മുൽക്കിയ റിന്യൂവലിന് പോകുന്ന സമയത്ത് ആദ്യം നൽകേണ്ടത് ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് ആണ്, ഫിറ്റ്നസ് പേപ്പേഴ്സിന്റെ ഒപ്പം തന്നെ. അപ്പം എന്നതുപോലെ തന്നെ ഇനി മുതൽ നമ്മൾ വിസ റിന്യൂവലിന് പോകുന്ന സമയത്തും അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് എവിടെ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ 3 വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും ഒരു 65 വയസ്സുള്ള അമ്മയാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ ഡൊമസ്റ്റിക് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം റിന്യൂവൽ നമ്മളുടെ ഷോൾഡറിലാണ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി വരുന്ന സമയത്തെല്ലാം ഇവർക്കെല്ലാം ഇൻഡിവിജ്വൽ ആയിക്കൊണ്ട് തന്നെയുള്ള ഇൻഷുറൻസ് കാണിക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോളിസിയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 600 ദിർഹം മുതലുള്ള പോളിസീസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വീട്ടിലുള്ള അതുപോലെ ജോലി ചെയ്യാത്ത മാരീഡ് ആയിട്ടുള്ള ഫീമെയിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ 1700 ദിർഹം വരെയുള്ള പോളിസീസ് ആണ് അവൈലബിൾ ആവുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനോ അമ്മയോ ഒക്കെ ഉള്ള ഒരു 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 2500 ദിർഹത്തിന്റെ പോളിസി അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ 4000 ദിർഹത്തിൽ താഴെ വരുമാനമുള്ള ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറഞ്ഞാൽ 600-650 ദിർഹത്തിന്റെ പോളിസി അവൈലബിൾ ആണ്. അപ്പം ഇത് ഒരു വിധപ്പെട്ട ഏതാണ്ട് എല്ലാ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിലും സമീപിച്ചു കഴിയുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു അസോസിയേഷനെയോ സംഘടനയൊക്കെ സമീപിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിക്കൊണ്ട് ഒരു ബ്രോക്കേഴ്സിന്റെ പേര് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സിൽവർ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ഏത് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിനെ സമീപിച്ചാലും നമുക്ക് അവിടെ നിന്നെല്ലാം ഇത്തരത്തിലുള്ള പോളിസി എടുക്കാൻ പറ്റും. ഓർക്കേണ്ട കാര്യം, ഈ ഡിസംബർ 31-നുള്ളിൽ പോളിസി എടുത്തിട്ടില്ല എങ്കിൽ ഹെൽത്ത് അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 6-7 മാസത്തെങ്കിലും മിനിമം ഫൈന് വേണ്ടി വരും. ഒരു 3 അംഗ കുടുംബമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ 9000 ദിർഹത്തിന്റെ ഫൈൻ ആയിരിക്കും നൽകേണ്ടി വരിക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 600-700 ദിർഹം എന്നുള്ളതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് 1.5 ലക്ഷം ദിർഹത്തിന്റെ വരെ ട്രീറ്റ്മെന്റ് ആണ് ഇതിലൂടെ സൗജന്യമായിക്കൊണ്ട് ആശുപത്രികളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കുക. അതിലൂടെ കിട്ടുന്ന ഒരു മനസ്സമാധാനം അതിനൊരു 650 ദിർഹം അത്ര വലിയൊരു തുകയാകില്ല. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെയാണ് ഇവിടെ ഒരു മെഡിക്കൽ കോസ്റ്റ് നമ്മൾ തന്നെ ബെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ തന്നെയാണ്. ആ ഒരു കവറേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിലൂടെ കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുക, ഇൻഷുറൻസ് ബ്രോക്കേഴ്സിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുക.